ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷനിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ, സം പ്രോബ്ലംസ് ഒക്കെ ഇന്ന് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂബിലിറ്റി, അതുപോലെ ഹെൻറീസ് ലോ എന്നീ രണ്ട് പോയിൻറ്റ്സാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും 3 സൊല്യൂഷൻസാണ്. ഒന്ന് സോളിഡ് ഇൻ ലിക്വിഡ്, ഫോർ എക്സാമ്പിൾ ഷുഗർ ഇൻ വാട്ടർ, സോളിഡ് ഇൻ ലിക്വിഡ്. സെക്കൻഡ് വൺ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഫോർ എക്സാമ്പിൾ സോഡ പറഞ്ഞാൽ CO2 ഇൻ വാട്ടറാണ്. തേർഡ് വൺ ലിക്വിഡ് ഇൻ ലിക്വിഡ്, സൊല്യൂട്ടും സോൾവൻറ്റും ലിക്വിഡായിട്ടുള്ള സൊല്യൂഷൻസ്. അങ്ങനെ 3 സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ എത്തനോൾ ഇൻ വാട്ടർ. അപ്പോൾ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടും സോൾവൻറ്റും ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് സൊല്യൂബിലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂബിലിറ്റി എന്താണെന്നുള്ളത്, സൊല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് its maximum amount that can be dissolved in a specified amount of solvent. That means solubility is the amount of solute is dissolved in a specified amount of solvent. ഒരു സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൊല്യൂബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷുഗർ ഇൻ വാട്ടർ ആണെങ്കിൽ ആ വാട്ടറിൽ എത്ര ഷുഗർ ഉണ്ട്, സൊല്യൂബിലിറ്റി ഉപയോഗിക്കും. അത് കോൺസെൻട്രേഷൻ്റെ വേറെ വേർഡാണ് സൊല്യൂബിലിറ്റി. എത്ര അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൊല്യൂബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൊല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ സാധാരണ പറയുക ഡിസൊല്യൂഷൻ എന്നാണ്. ഡിസൊല്യൂഷൻ, ഇപ്പോൾ ഉപ്പ് വെള്ളത്തിൽ അത് ലയിച്ച് ചേരുകയാണ്, അതിനെ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂബിലിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ഡിസോൾവ്ഡ് ഇൻ എ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആണ്. ഒരു സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അളവാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് സൊല്യൂബിലിറ്റിയെ പ്രധാനമായിട്ടും 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, 2 സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ആൻഡ് ലാസ്റ്റ് വൺ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. അതിൽ എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ നോക്കാം. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷനുണ്ട്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ്. മാക്സിമം എമൗണ്ട് അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഷുഗർ വാട്ടർ ആണെങ്കിൽ ഷുഗർ വീണ്ടും ആഡ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ ഷുഗർ അതിൽ ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ദ സൊല്യൂഷൻ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡിസോൾവിങ് മോർ സൊല്യൂട്ട്. അത് പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 1 സ്പൂൺ പഞ്ചസാര നമ്മൾ കലക്കി അത് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യും. വീണ്ടും ഒരു പഞ്ചസാര ഇട്ടു, അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, അൺസാച്ചുറേറ്റഡ് ആണ്. കുറച്ചധികം പഞ്ചസാര ഇളക്കി പിന്നെ നമ്മൾ ഇടുന്ന അതിന് ലയിച്ച് ചേരുന്നില്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആണ്. പിന്നീട് നമ്മളതിനെ ഒന്ന് ടെമ്പറേച്ചർ ചൂടാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിൽ ലയിച്ച് ചേരും. അങ്ങനെ ആകുന്നതിനാണ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയാം. അത് സാധാരണ അത് വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ. ഇനി നമുക്ക് സൊല്യൂബിലിറ്റി 3 ടൈപ്പ് സൊല്യൂഷൻ്റെ സൊല്യൂബിലിറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്, സൊല്യൂബിലിറ്റി ഓഫ് ലിക്വിഡ് ഇൻ എ ലിക്വിഡ്. ഇതിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത്തത് എടുത്തു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഈ ഫസ്റ്റ് വരുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്. സാധാരണ ഷുഗർ ഇൻ വാട്ടർ, സോൾട്ട് ഇൻ വാട്ടർ ഒക്കെ അതിൽ വരും. സോളിഡാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ സൊല്യൂട്ട് ഉണ്ടാവും. പോളാർ സോൾവെൻ്റാണ് വാട്ടർ. പോളാറിൽ പോളാറായിട്ടുള്ള സൊല്യൂട്ട് വേഗം ഡിസോൾവ് ചെയ്യും.
നോൺ പോളാറായിട്ടുള്ള സൊല്യൂട്ട് വേഗം ഡിസോൾവ് ചെയ്യും. ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ഒരേപോലുള്ളത് ലൈക്കും. അതായത് പോളാർ സൊല്യൂട്ടിൽ പോളാർ സോൾവെൻറ്റ് വേഗം ഡിസോൾവ് ചെയ്യും, നോൺ പോളാർ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഈ സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡിനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ സാധാരണ ടെമ്പറേച്ചർ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സാധാരണ ടെമ്പറേച്ചർ കൂടിയ അതിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. അതായത് ഡിസൊല്യൂഷൻ പ്രോസസ്സ് കൂടുകയാണ് ചെയ്യുക. ശരിക്കും ഡിസൊല്യൂഷൻ എന്ന പ്രോസസ്സ് ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സാണ്. ഇക്വിലിബ്രിയം പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആകുമ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞത് സാധാരണ എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. എൻഡോതെർമിക് ആകുമ്പോൾ സൊല്യൂബിലിറ്റി എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും, ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ. ഇനി ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ കൂടുന്നതിന് അനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഓർമ്മ വേണം. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ dissolution of a solid in a liquid is an equilibrium process. It follows the Le Chatelier principle. The dissolution process is endothermic. The solubility should increase with the rise in temperature. If it is exothermic, the solubility should decreases. Okay. ഇനി നമുക്ക് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ആണ്. സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗ്യാസിനെ അപ്പോൾ സോളിഡ് ലിക്വിഡിൽ ടെമ്പറേച്ചറിന് റോളുണ്ട്, പ്രഷറിന് അത്ര റോളില്ല. കാരണം സോളിഡ് ആകുമ്പോൾ അത് കംപ്രസ്ഡ് ആണ്, അപ്പോൾ പ്രഷറിന് അവിടെ റോൾ കുറവാണ്. ഇനി രണ്ടാമത്തെ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ആണെങ്കിൽ അവിടെ പ്രഷറിനും ടെമ്പറേച്ചറിനും റോളുണ്ട്. അപ്പോൾ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡിൻ്റെ എക്സാമ്പിൾ പറയാം. സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പ്രഷറാണ്. നമുക്കറിയാം, ഒരു സോഡ എടുക്കുകയാണെങ്കിൽ സോഡയിൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, ഗ്യാസ് ഇൻ ലിക്വിഡാണ്. അതായത് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡാണ്. ഗ്യാസായിട്ട് CO2 ലിക്വിഡ് വാട്ടറാണ്. അപ്പോൾ ആ സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്, പ്രഷർ കൊടുത്തിട്ടാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ്. പ്രഷറിന് റോളുണ്ട്. പ്രഷർ കൂടിയപ്പോൾ അവിടെ എന്ത് കൂടി, സൊല്യൂബിലിറ്റി കൂടി. പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുന്നു. അപ്പോൾ ദ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ആളാണ് ഹെൻറി. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ആണ് ഹെൻറീസ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ ആണ് നമുക്ക് ഇനി നോക്കുന്നത്. ഹെൻറീസ് ലോ ഗ്യാസ് ഇൻ ലിക്വിഡിലാണ് വരുന്നത്. ഗ്യാസ് ഇൻ ലിക്വിഡിൽ പ്രഷറുമായിട്ടുള്ള റിലേഷനാണ് ഹെൻറീസ് ലോ. പ്രഷറും സൊല്യൂബിലിറ്റി തമ്മിലുള്ള റിലേഷനാണ് ഹെൻറീസ് ലോ. ആ പ്രഷറും സൊല്യൂബിലിറ്റി തമ്മിലുള്ള റിലേഷൻ വരുമ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തതാണല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിലാണ് ആ ബോട്ടിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹെൻറീസ് ലോ പറയുന്നത് പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഹെൻറീസ് ലോൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ സൊല്യൂബിലിറ്റി എന്ന ടേമിനെ നമ്മൾ മോൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണ്. മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇതാണ് അതിന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറയേണ്ടത്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. P is equal to KH into X. P പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ സൈ എന്ന് പറയാം. ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാനാണ് ഇവിടെ KH കൊടുത്തത്. KH ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. KH അറിയപ്പെടുന്നത് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് എന്നാണ്.
അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യണം. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് in vapor phase is proportional to the mole fraction of the gas in the solution. P is equal to kh into x. Here kh is the Henry's law constant. Different gases have different kh values. ഓരോ ഗ്യാസിൻ്റെയും kh വാല്യൂ വ്യത്യസ്തമായിരിക്കും. പ്രോബ്ലമൊക്കെ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോ kh വാല്യൂ ആയിരിക്കും. ഈ kh വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് kh വാല്യൂ അതിൻ്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞു വരും. ഹയർ ദ വാല്യൂ ഓഫ് kh ലോവർ ഇസ് ദ സൊല്യൂബിലിറ്റി. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡിലെ പ്രഷറുമായിട്ടുള്ള റിലേഷനാണ് ഹെൻറീസ് ലോ. ഇനി ഗ്യാസ് ഇൻ ലിക്വിഡിലെ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ കൂടിയ സൊല്യൂബിലിറ്റി കുറയാണ് ചെയ്യുക, സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക ടെമ്പറേച്ചർ കൂടിയ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തടാകം, സമുദ്രങ്ങളിലൊക്കെ വെള്ളത്തിൽ ഓക്സിജൻ മിക്സ് ചെയ്തിട്ടുണ്ടാവും, ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ഓക്സിജനാണ് അവിടുത്തെ ജീവികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ്റെ അളവ് കുറയാണ് ചെയ്യുക. കാരണം ടെമ്പറേച്ചർ കൂടിയാൽ സൊല്യൂബിലിറ്റി കുറയും. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. ചില ജീവികൾക്ക് കൂടുതൽ കംഫർട്ട് തണുത്ത വെള്ളമാണ്. എന്തുകൊണ്ടായിരിക്കും? വെള്ളത്തിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. 3 ആപ്ലിക്കേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ സോഡ വാട്ടർ, ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അതിൻ്റെ ബോട്ടിൽ നന്നായിട്ട് ഹൈ പ്രഷറിലാണ് സീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? പ്രഷർ കൂടിയാലേ സൊല്യൂബിലിറ്റി കൂടുള്ളൂ. ഒന്നാമത്തെ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്കൊക്കെ ഊളിയിട്ട് പോകുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് സ്കൂബ ഡൈവേഴ്സ്. പുറത്തൊരു ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകും. അവരെ വിളിക്കുന്ന പേരാണ് സ്കൂബ ഡൈവേഴ്സ്. അങ്ങനെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അടിത്തട്ടിലാണ് ഏറ്റവും പ്രഷർ ഉണ്ടാവുക. അപ്പോൾ ഈ ഓക്സിജൻ പെട്ടെന്ന് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. ഇനി വീണ്ടും സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ ഓക്സിജന് ഡിസോൾവ് ചെയ്ത ഓക്സിജൻ പെട്ടെന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അവിടെ ബബിൾസ് ഉണ്ടാവും, അവിടെ ചെറിയ അറ്റാക്ക് ഉണ്ടാവും ആ കാപ്പിലറീസിൽ. ആ അവസ്ഥയെ പറയുന്ന പേരാണ് ബെൻഡ്. ഇങ്ങനെ ബെൻഡ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്കൂബ ഡൈവേഴ്സിൻ്റെ ഈ സിലിണ്ടറിൽ ഹീലിയം, നൈട്രജനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബെൻഡ് എന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഹയർ ആൾട്ടിറ്റ്യൂഡ്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകും തോറും എന്ത് കുറഞ്ഞു വരും? പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറയുമ്പോൾ ശരീരത്തിൽ ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ ശരിയായി ചിന്തിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് അനോക്സിയ. രണ്ട് ടേമായി, അനോക്സിയ, ബെൻഡ് സമുദ്രത്തിലൊക്കെ അടിത്തട്ടുന്ന മുകളിലേക്ക് വരുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. ശരീരത്തിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടാവും, അതിനെ പറയുന്ന പേരാണ് ബെൻഡ്. അനോക്സിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ശരിക്ക് ചിന്തിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് അനോക്സിയ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത്രയാണ് ഹെൻറീസ് ലോയിൽ വരുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അത് നിങ്ങൾക്ക് വർക്കായിട്ട് വരും. ഓക്കെ, താങ്ക് യു.